പാർവതി കാർത്യായനി ദേവി നീലംപേരൂർ കുടികൊള്ളുമമ്മേ. പൂരം പടയണി ഘോഷത്താൽ നാടിന് പേരും പേരുമയും ചേർത്ത ദുർഗേ. എല്ലാവർക്കും നമസ്കാരം. നമ്മൾ മലയാളികൾക്ക് ഉത്സവങ്ങളും ആഘോഷങ്ങളും ഒക്കെ ഇഷ്ടം പോലെ ഉണ്ടല്ലോ. പ്രത്യേകിച്ചും ചിങ്ങമാസത്തിൽ തിരുവോണം അങ്ങോട്ട് കഴിഞ്ഞാൽ തൊട്ടടുത്ത ദിവസം അവിട്ടം തൊട്ട് പടയണി ഒരുക്കങ്ങളാണ്. ആലപ്പുഴ ജില്ലയിലെ നീലംപേരൂർ, അതായത് കുറിച്ചിയിലെ നീലംപേരൂർ പള്ളി ഭഗവതി ക്ഷേത്രത്തിലെ പൂരം പടയണി നടക്കുന്നത് തിരുവോണം കഴിഞ്ഞ് വരുന്ന പൂരത്തിൻ്റെ അന്നാണ്. അപ്പോൾ അന്നത്തെ ദിവസം ഉച്ചയ്ക്ക് ഉച്ചപൂജ തൊഴുന്നത് വളരെ വിശേഷമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഞാൻ അന്ന് ഉച്ചയ്ക്കാണ് അവിടെ പോയത്. എന്ന് പറഞ്ഞാൽ 2 ദിവസം മുന്നേ. വീഡിയോ ഇടാൻ സ്വല്പം ഒന്ന് താമസിച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ ഈ കാണുന്നതൊക്കെ വൈകുന്നേരം നടക്കുന്ന പടയണിക്കുള്ള ഒരുക്കങ്ങളാണ്. അന്നങ്ങളും കോലങ്ങളുമൊക്കെ അണിയറയിൽ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പൂരം പടയണിയുടെ വിശേഷങ്ങൾ വഴിയെ നമുക്ക് പങ്കുവെക്കാം. അതിനു മുൻപ് ക്ഷേത്രത്തെ സംബന്ധിച്ച് കുറച്ച് കാര്യങ്ങളൊന്ന് അറിഞ്ഞിരിക്കാം. ഈ ക്ഷേത്രം നിർമ്മിച്ചത് പള്ളിബാണ പെരുമാളാണ്. പണ്ട് പെരുമാൾ തൻ്റെ ഭരണകാലത്ത് ഒരിക്കൽ തിരുവഞ്ചിക്കുളത്ത് നിന്നും ഈ ഭാഗത്തുകൂടെ ഇങ്ങനെ വഞ്ചിയിൽ യാത്ര ചെയ്യുകയായിരുന്നു. അന്നൊക്കെ ജലഗതാഗതമാണല്ലോ കൂടുതലുണ്ടായിരുന്നത്. അങ്ങനെ ഈ ഭാഗത്തുകൂടെ അദ്ദേഹം കടന്നു പോകുമ്പോൾ ഈ ഭാഗത്തിൻ്റെ സൗന്ദര്യം അദ്ദേഹത്തെ ഭയങ്കരമായിട്ട് ആകർഷിച്ചു. അദ്ദേഹം ഇവിടെ കുറച്ച് സമയം ചിലവഴിക്കുകയും പിന്നീട് ഇവിടെ ഒരു കൊട്ടാരം നിർമ്മിച്ച് ഇവിടെ താമസം ആരംഭിക്കുകയും ചെയ്തു. അന്ന് അദ്ദേഹത്തിൻ്റെ പരദേവതയായ പെരിഞ്ഞനത്ത് ഭഗവതിയെ പത്തില്ലത്ത് പോറ്റിമാരുടെ ശിവക്ഷേത്രത്തിന് വടക്കുവശത്തായിട്ട് ഒരു ക്ഷേത്രം നിർമ്മിച്ച് അവിടെ പ്രതിഷ്ഠിക്കുകയും ചെയ്തു. അങ്ങനെ പള്ളിബാണ പെരുമാൾ മുൻകൈയെടുത്ത് നിർമ്മിച്ച ക്ഷേത്രമായതുകൊണ്ടാണ് ഇതിന് പള്ളി ഭഗവതി ക്ഷേത്രം എന്ന് പറയുക. പണ്ട് നമ്മൾ രാജാക്കന്മാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അങ്ങനെയല്ലേ പറയുക, പള്ളി ഉറക്കം, പള്ളി നായാട്ട്, അങ്ങനെയൊക്കെയല്ലേ. അപ്പം പള്ളി ഭഗവതി എന്ന പേര് അങ്ങനെയാണ് വന്നത്. പിന്നീട് അദ്ദേഹം ഇതിനു മുൻപിൽ ഒരു മാളിക പണിത് അവിടെയായിരുന്നു താമസിച്ചിരുന്നത്. ആ മാളികയിൽ ഇരുന്നുകൊണ്ട് ഈ മൈതാനത്തെ കലാപരിപാടികളൊക്കെ അദ്ദേഹം കാണുമായിരുന്നു എന്ന് പറയപ്പെടുന്നു. അങ്ങനെയാണ് ഈ പടയണിയുടെ ആരംഭിക്കുന്നത്. അതായത് പട പോലെ ജനങ്ങൾ അണിനിരന്ന് നിന്ന് ആഘോഷിക്കുന്ന ഒരു ഉത്സവം. അങ്ങനെയാണ് പടയണി എന്ന പേര് വന്നത്. ഇതേ പള്ളിബാണ പെരുമാൾ തന്നെയാണ് ക്ലിരൂർ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയും നടത്തിയത്. അങ്ങനെ നോക്കുമ്പോൾ വ്യക്തിപരമായി എനിക്കേറെ ബന്ധമുള്ള 2 ക്ഷേത്രങ്ങളാണ് ക്ലിരൂരെയും നീലംപേരൂർ പള്ളി ഭഗവതി ക്ഷേത്രവും. 1000 വർഷത്തോളം പഴക്കമുണ്ട് ഈ പടയണി ഇവിടെ ആഘോഷിക്കപ്പെടുന്നതിന്. ദാരിക വിഗ്രഹത്തിന് ശേഷം ഭദ്രകാളി ദേവി കോപാകുലയായി എത്തുമ്പോൾ ശിവൻ്റെ ഭൂതഗണങ്ങൾ ദേവിയെ ശാന്തയാക്കുവാൻ ശ്രമിക്കുന്നതിൻ്റെ ഓർമ്മയായിട്ടാണ് പടയണി ആഘോഷങ്ങൾ. അങ്ങനെ ആദ്യമേ തന്നെ ക്ഷേത്രത്തിനുള്ളിലേക്ക് പോയി നേതിസമയമായിരുന്നു. അതിനുശേഷം നട അടച്ച് തുറക്കുന്നത് വരെ കാത്തുനിന്ന് ദേവിയെ തൊഴുതു, നന്നായി പ്രാർത്ഥിച്ചു. പിന്നീട് ക്ഷേത്രത്തിൻ്റെ പുറകുവശത്തായി പ്രസാദമൂട്ടുണ്ടായിരുന്നു. അവിടെ നല്ല വിഭവസമൃദ്ധമായ സദ്യ തന്നെയായിരുന്നു. അങ്ങനെ ദേവിയുടെ പ്രസാദവും കഴിച്ചു. നല്ല തിരക്കുണ്ടായിരുന്നു. പറയട്ടെ, കൂട്ടത്തിൽ എന്നോടൊപ്പം എൻ്റെ സുഹൃത്ത് മിനിയും ഉണ്ടായിരുന്നു. ഞങ്ങൾ ഒരുമിച്ചാണ് ഇന്ന് നീലംപേരൂർ പൂരം കാണുവാനായി എത്തിയത്. പൂരം കാണാൻ വൈകിട്ട് ഞങ്ങൾ നിൽക്കുന്നില്ല, ഉച്ചപൂജ തൊഴുത് മടങ്ങുന്നത്. അപ്പോൾ ഈ പൂരത്തെക്കുറിച്ച് പറയുമ്പോൾ അവിട്ടം തൊട്ട് 16 ദിവസമാണ് ഇതിൻ്റെ ഒരുക്കങ്ങൾ. 16ാമത്തെ ദിവസമാണ് ഈ പൂരം പടയണി നടക്കുന്നത്. ആദ്യം ഇതിൻ്റെ ഒരു ചടങ്ങ് ചൂട്ടിടിയിൽ എന്ന് പറയുന്നൊരു ചടങ്ങാണ്. അപ്പോൾ ഈ ചൂട്ടിടിയിൽ ചടങ്ങിന് അവിട്ടത്തിൻ്റെ അന്ന് രാത്രി 10 മണിക്ക് മേൽശാന്തി ഈ ഒരു ദീപം അകത്തുനിന്ന് കൊണ്ടുവന്ന് ചൂട്ടിലേക്ക് പകരും. അപ്പോൾ കരനാഥൻ ആയിട്ട് നിൽക്കുന്ന ആൾ ഈ പള്ളിബാണ പെരുമാൾ താമസിച്ചിരുന്ന മാളികയുടെ അടുത്ത് ചെന്ന് അനുവാദം ചോദിക്കും. അതിനുശേഷം ആർപ്പുവിളിയോടെ ആണ് തിരിച്ച് അദ്ദേഹത്തെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഈ പടയണിയുടെ ഒരു ആരംഭം എന്ന് പറയും. 7 ദിവസവും ഇത് ആവർത്തിക്കുകയും ചെയ്യും. അപ്പോൾ ഓരോ ദിവസവും ഇതുപോലെ ചെന്ന് അനുജ്ഞ വാങ്ങൽ എന്നാണ് അതിന് പറയുക. അപ്പോൾ അങ്ങനെ ചെന്ന് അനുവാദം വാങ്ങിയാണ് ഈ ഒരുക്കങ്ങൾ ഓരോന്നും ചെയ്യുന്നത്. അതാണ് അവിട്ടത്തിൻ്റെ അന്ന്. ക്ഷേത്രത്തിന് പിറ്റേ ദിവസം ചതയത്തിൻ്റെ അന്ന് ഈ അവിടെയുള്ള ചെറുപ്പക്കാരെല്ലാം ക്ഷേത്രത്തിൽ ഒത്തുചേരുകയും ബാക്കിയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ആലോചനകൾ നടത്തുകയും അന്നം, ഏറ്റവും വലിയ അന്നത്തിന് 45 അടി പൊക്കമാണ്. പിന്നെ 30 അടി പൊക്കമുള്ള 2 അന്നങ്ങൾ വേറെയുണ്ട്. പിന്നെ 30 അടി പൊക്കമുള്ള ഭീമൻ്റെയും യക്ഷിയുടെയും കോലങ്ങളുണ്ട്. അപ്പോൾ ഇതിനൊക്കെയുള്ള ചട്ടം വലിയ തടിയിൽ ഇങ്ങനെ തീർത്ത് അവിടെ ഉള്ളിൽ സൂക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്നും അത് പുറത്തെടുത്ത് കൊണ്ടുവന്ന് പിന്നീട് അതിൻ്റെ ചട്ടക്കൂടൊരുക്കലാണ് അന്നേ ദിവസം ചെയ്യുന്നത്. അതിൻ്റെ അടുത്ത ദിവസമാണ് ഈ ഓരോ രൂപങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള അസ്ഥികൂടം, ഒരു ബേസ് ഉണ്ടാക്കുന്നത്. പിന്നീട്
ഈ വലിയ അന്നം ഉണ്ടാക്കുന്നത് കമുകിൻ്റെ വാരി കൊണ്ടിട്ടാണ് ഉണ്ടാക്കുന്നത്. ചെറിയ അന്നം നിങ്ങൾ ഈരൽ കൊണ്ടിട്ടും ഉണ്ടാക്കും. പിന്നീടുള്ള ദിവസങ്ങളിൽ ആണ് ശരീരം, ഈ ഓരോ രൂപത്തിൻ്റെയും ശരീരമൊക്കെ നിർമ്മിക്കുന്നത്. അത് വാഴക്കച്ചി കൊണ്ടിട്ടാണ് നിർമ്മിക്കുക. അവസാനത്തെ ദിവസമാണ് പൂരത്തിൻ്റെ അന്ന്. അതായത് അന്നേ ദിവസം താമരയില കൊണ്ട് ഈ ഉണ്ടാക്കിയ രൂപങ്ങൾക്ക് തൊലിയും പിന്നീട് ചെത്തിപ്പൂ, വാഴപ്പോള എന്നിവ കൊണ്ട് തൂവലുമൊക്കെ ഉണ്ടാക്കും. പൂരത്തിൻ്റെ അന്ന് രാത്രി 8 മണിക്കാണ് ഇത് വലിയന്നം എഴുന്നള്ളിപ്പ് ആരംഭിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഈ പറഞ്ഞ ഒരു പടയണിയുടെ ദിവസം എല്ലാ പണിയും പൂർത്തീകരിച്ച് കഴിയുമ്പോൾ തേങ്ങാ മുറിക്കൽ എന്ന് പറഞ്ഞിട്ടൊരു ചടങ്ങുണ്ട്. അത് ഈ ആശാരിയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ കുടംപൂജകളി എന്ന് പറഞ്ഞിട്ടൊരു ആചാരം വേറെയുണ്ട്. ഒരു 4 അടിയോളം പൊക്കത്തിൽ വിറക് അടുക്കി വെച്ചിട്ട് ആഴി കൂട്ടിയിട്ട് വൃത്താകൃതിയിൽ നിന്നിട്ട് പാട്ട്, ആചാര്യനാണ് പാട്ട് പാടിക്കൊടുക്കുന്നത്, ബാക്കിയുള്ളവർ ഏറ്റുപാടും. അങ്ങനെയൊരു ചടങ്ങുണ്ട്. ഇതുകൂടാതെ തോത്താകളി എന്ന് പറഞ്ഞിട്ടുള്ള, അതായത് ഈ അനുജ്ഞ വാങ്ങി തിരിച്ചു വരുമ്പോൾ ഒരു വെളുത്ത തോർത്ത് കയ്യിൽ പിടിച്ചിട്ട് ഇവർ താളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിക്കളിക്കുന്ന ഒരു ആചാരമുണ്ട്. അതിന് തോത്താകളി എന്നാണ് പറയുന്നത്. ഓരോ വർഷവും പുതിയ അന്നങ്ങളുണ്ട്. അത് ഓരോ ഭക്തരും വഴിപാടായിട്ട് ചെയ്യുന്നതാണ്, നേർന്ന് ചെയ്യുന്നതാണ്. അങ്ങനെയുണ്ട്. 8ാം ദിവസം ആണ് കുടനീർത്ത് എന്ന് പറയും. പിന്നീട് അവിട്ടം തൊട്ടിട്ട് 4 ദിവസം ഈ ചൂട്ട്. 5ാം ദിവസം മുതലാണ് ഈ പച്ചമുളക് കീറി വളയ ഉണ്ടാക്കിയിട്ട് അതിൽ ചെത്തിപ്പൂ ചേർത്ത് ഒരു കുടയുടെ ആകൃതിയിൽ 1-2 തട്ടുണ്ടാക്കും. പിന്നീട് 8ാം ദിവസമാകുമ്പോൾ കൂടുതൽ കുടകൾ ഉണ്ടാകും. അന്നാണ് വിശേഷാൽ പടയണി എന്ന് പറഞ്ഞിട്ട്. പിന്നീട് അതെല്ലാ ദിവസവും ഇതെല്ലാം ഇങ്ങനെ വഞ്ചിപ്പാട്ടിൻ്റെ ഈണത്തോടെ ഭയങ്കര രസമാണ് അത് കണ്ടു നിൽക്കാൻ. പിന്നെ പ്ലാവില നേർത്തെന്ന് പറഞ്ഞിട്ട് മറ്റൊരു ചടങ്ങുണ്ട്. അതായത് ഈ കുടനീർത്തിൻ്റെ പിറകെ ഓരോ ദിവസവും ഓരോ കോലം ഉണ്ടാക്കി പ്ലാവിലയിൽ ഉണ്ടാക്കുന്നതാണ് പ്ലാവില നേർത്ത്. 9ാം ദിവസമാണ് താപസക്കോലം ഉണ്ടാക്കുന്നത്. പിന്നെ 10ാം ദിവസം ആനയുടെ കോലം, 11-ന് ഹനുമാൻ, 12-ന് പ്ലാവില തീർത്തിട്ട് ഭീമൻ്റെ കോലം ഉണ്ടാക്കും. പിന്നെ അങ്ങനെ ഓരോ ദിവസവും 15ാം ദിവസമാണ് മകം പടയണി ഉണ്ടാകുന്നത്. അന്നാണ് വേലകളിയൊക്കെ നടത്തുന്നത്. അന്നാണ്. അപ്പോൾ അന്ന് പിറ്റേ ദിവസത്തേക്കാണ് ഈ മകം പടയണിയുടെ അന്നാണ് ചിറമ്പ് കുത്ത് എന്ന് പറയും. അന്നാണ് ആ പ്രദേശത്തുള്ള സ്ത്രീജനങ്ങളൊക്കെ കൂടിയാണ് ഈ കോലത്തിന് ഒക്കെ വേണ്ടിയിട്ട് 8 അടി നീളം വരുന്ന വാഴപ്പോളയിൽ ചിറമ്പിൽ ചെത്തിപ്പൂ ഇങ്ങനെ വരിയായിട്ട് കുത്തും. അതൊക്കെയാണ് വല്യത്തിലും കോലത്തിലുമൊക്കെ പിടിപ്പിക്കുന്നത്. അപ്പോൾ എടുത്തു പറയേണ്ടതൊന്ന്, ഇതൊരു നാടിൻ്റെ ഉത്സവമാണ്. ചെറിയ കുട്ടികൾ തൊട്ട് പ്രായമായവർ വരെ എല്ലാവരും ആബാലവൃദ്ധം ജനങ്ങൾ ഈ 16 ദിവസവും ഈ ക്ഷേത്ര പരിസരത്ത് വളരെ ആഘോഷമായി ഒത്തൊരുമയോടെ ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു വളരെ വിശേഷപ്പെട്ട ഒരു ആഘോഷവും ആചാരവുമാണ് നീലംപേരൂർ പൂരം പടയണി. പിന്നെ നിറപണി എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് കലാശം പൂരത്തിൻ്റെ അന്ന് 8 മണിക്ക് മുമ്പ് ഇതെല്ലാം പൂർത്തിയാക്കി തേങ്ങ മുറിക്കൽ എന്ന ചടങ്ങ് നടക്കും. ആദ്യം പുതിയ അന്നങ്ങൾക്ക് സമർപ്പണമാണ്. പിന്നെ ഭീമൻ, യക്ഷി, രാവണൻ. 1 മണിക്കാണ് വല്യന്നം. അതുപോലെ പൊയ്യാന, ആനയുടെ രൂപം ഉണ്ടാക്കിയിട്ടില്ലേ, അതൊക്കെ. വെളുപ്പിന് 2:30 ഈ അടിയന്തരക്കോലം, അതായത് സിംഹത്തിൻ്റെ രൂപം തിരുനടയിൽ സമർപ്പിക്കും. അങ്ങനെയാണ് ഈ പൂരച്ചടങ്ങുകൾ അവസാനിക്കുന്നത്. അപ്പോൾ ഈ ഒരു ദിവസമല്ല, ഈ 16 ദിവസവും അവിടെ ആകെ ഉത്സവ ലഹരിയിലാണ്. ജനങ്ങളുടെ ഒത്തൊരുമയാണ് ഏറ്റവും. ജാതിമത വർഗഭേദമന്യേ എല്ലാവരും ഒത്തുകൂടിയാണ് പള്ളി ഭഗവതിക്കായുള്ള ഈ പടയണി അവിടെ നടത്തപ്പെടുന്നത്. അതുപോലെ ഈ ദിവസങ്ങളിലൊക്കെ എല്ലാ വീടുകളിലും ഈ കോലമൊക്കെ നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള ഈർക്കിലി ചീകൽ അതെങ്ങനെ തകൃതിയായിട്ട് നടക്കുന്നു. അതുപോലെ ചെത്തിപ്പൂ ഒരുക്കൽ, വാഴപ്പോള അത് സംഘടിപ്പിക്കൽ. അതുപോലെ ഇവിടെ സ്വന്തമായിട്ടിപ്പോൾ കുളമുണ്ട്, താമരക്കുളമുണ്ട്. അവിടുത്തെ താമരപ്പൂവാണ് ഉപയോഗിക്കുന്നതൊക്കെ. അതുപോലെ രാത്രിയിലെ പടയണി അത് ഭീകരമായ വെടിക്കെട്ടും അതുപോലെ അന്നമെഴുന്നള്ളിപ്പും വല്യന്നം ഇതൊക്കെ വിവരിക്കാനാവില്ല. അന്ന് ഈ ഒരു മൈതാനം മുഴുവൻ ഇങ്ങനെ അന്നങ്ങളിങ്ങനെ ഒഴുകി നടക്കുന്ന ഒരു പ്രതീതിയാണ് നമുക്ക് തോന്നുന്നത്. അത്ര സുന്ദരമായ ഒരു നയനമനോഹരമായ കാഴ്ചയാണ് നീലംപേരൂർ പൂരം പടയണി.